അടുത്തിടെ കോടിപതിയായ ഒരു കർഷകനുണ്ട് പാലക്കാട് പനങ്ങാട്ടിരിയിൽ. ലോട്ടറി എടുത്തോ LIC ഏജന്റായോ ഒന്നുമല്ല ഈ നേട്ടം, മറിച്ച് മണ്ണിൽ പൊന്നു വിളയിച്ച് കൃഷിയിൽ നിന്ന് ലാഭം പിടിച്ചാണ് ഈ കർഷകൻ കോടിപതിയായത്. അതെ, കർഷക ആത്മഹത്യകളും കൃഷി ലാഭകരമല്ല എന്ന പതിവാശങ്കയും നിലനിൽക്കുമ്പോഴാണ് പ്രതീക്ഷ നൽകുന്ന ഈ റിപ്പോർട്ട് വരുന്നത്. ആ റിപ്പോർട്ടിലേക്കാണ്. പാവലും പടവലവും പയറും ഉൾപ്പെടെയുള്ള പന്തൽ വിളവിലാണ് പനങ്ങാട്ടിരി സ്വദേശി ശിവദാസൻ നേട്ടം കൊയ്തത്. ചെറിയ രീതിയിൽ മത്തനും കുമ്പളവുമൊക്കെ 18 ഏക്കറിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഇത്തവണ മികച്ച വിളവ് കിട്ടി. ഇതോടെ 1 കോടി ക്ലബിൽ ശിവദാസനുമെത്തി. എലവഞ്ചേരി സ്വാശ്രയ കർഷക സമിതി അതിൽ ഇന്ന് ഈ സാമ്പത്തിക വർഷം 15 കോടി രൂപയുടെ വിറ്റുവരവ് നേടാൻ കഴിഞ്ഞിട്ട് അതിൽ 1 കോടിയുടെ മേലെ വിറ്റുവരവ് നേടാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ചെയ്ത് വരുന്നത് 3 വിളകളെയാണ്. പയറും പാവയ്ക്കാണ് ഏറ്റവും കൂടുതൽ, പിന്നെ പടവളവും പന്തൽ വിളകളും നമ്മൾ ആശ്രയിച്ച് പോകുന്നുണ്ട്. പ്രകൃതി ചതിച്ചില്ലെങ്കിൽ കൃത്യമായ മുന്നൊരുക്കത്തോടെ വിളവിറക്കിയാൽ കൃഷി ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് ശിവദാസൻ പറയുന്നത്. എലവഞ്ചേരിയിൽ ഒരു വ്യാപകമായ 2007 ശേഷം വ്യാപകമായി എല്ലാ കർഷകരും വ്യാപകമായ ഡ്രിപ്പ് ഇറിഗേഷൻ, പെർമനന്റ് പന്തൽ ഉൾപ്പെടെയുള്ള ചെലവ് ചുരുങ്ങിയ രീതിയിലേക്ക് കൃഷി രീതിയിലേക്ക് അവലംബിക്കുകയും അതിൽ നല്ല രീതിയിലുള്ള ഡെവലപ്പ് ആകാനുള്ള ഒരു സാഹചര്യം വഴിയൊരുക്കുകയും തിരിഞ്ഞു പോയിട്ടുണ്ട്. തുടർന്നും ഇതേ രീതിയിൽ നല്ല പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാനാണ് ഈ കർഷകന്റെ തീരുമാനം. കടുത്ത നഷ്ടം നിമിത്തം കൃഷി അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കർഷകർക്ക് ഒരു പ്രചോദനവുമാണ് ഈ കർഷകൻ. 24 പാലക്കാട്.